കോഴിക്കോട് കോർപ്പറേഷനിലെ അവസാനത്തിനില്ല LDF 33, UDF 27, NDA 14 എന്നുള്ളതാണ്. 100% ഇരട്ടി നേട്ടം ഉണ്ടാക്കുന്നത് ആരാണ്? ഈ BJP ആണ്. 7 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന BJPക്ക് 14 സീറ്റാണ്. അതിന്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? LDF തന്നെയല്ലേ മറുപടി പറയേണ്ടി വരും. കാരണം ആർക്കാണ് ലോസ് ഉണ്ടോ നോക്കണം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ 50 സീറ്റ് LDF-നുണ്ട്, 18 സീറ്റ് UDF-ന്, 7 സീറ്റ് LDF-ന്. ഇത്തവണ UDF 18-ൽ നിന്ന് 27-ലേക്ക് കുതിച്ചു, 50-ൽ നിന്ന് 33-ലേക്ക് LDF വീണു, NDA 14 ഉണ്ടാക്കി. ആർക്കാ ഉത്തരം പറയേണ്ടി വരിക? തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF വീണു, UDF ഉയർന്നു, BJP നേട്ടം ഉണ്ടാക്കി അധികാരം പിടിച്ചു. ആരാ ഉത്തരം പറയേണ്ടി വരിക? സാധാരണ ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാം UDF ഉത്തരം പറയേണ്ടി വരും. അതിന്റെ കണക്കുകളുമായിട്ട് ഒരു കൂട്ടം ആൾക്കാർ രംഗത്ത് വരികയാണ്. ഇത്തവണ പക്ഷേ ഈ പരാജയത്തിന്റെ മറുപടി പറയുന്നതിന്റെ കൂടെ തന്നെ കേരളത്തിന്റെ തലസ്ഥാന നഗരം BJPയുടെ മേയർ വരുന്നതിന്റെ ഉത്തരവാദിത്വവും അതിന്റെ വിശദീകരണവും LDF നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷ കൂടി നമ്മോടൊപ്പം ചേരും. നന്ദുഷ, പന്തളം നഗരസഭ നിങ്ങളുടെ റീജിയനിലല്ലേ? എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? അല്പം മുമ്പ് നിഷാദ് പറഞ്ഞതുപോലെ സംസ്ഥാനത്തൊട്ടാകെ BJP വോട്ട് ഇരട്ടിയാക്കിയെന്നും വോട്ട് ഷെയർ ഇരട്ടിയാക്കിയെന്നും ഒക്കെ പറയുമ്പോൾ പത്തനംതിട്ടയിൽ BJP ശിഥിലമായ കാഴ്ചയാണ് കാണാനാകുന്നത്. കാരണം ശബരിമല പോലെയുള്ള വിഷയങ്ങളൊക്കെ BJP ഒരു സുവർണ അവസരമായി പ്രയോഗിച്ചിട്ട് പോലും പന്തളം നഗരസഭയിൽ BJP തകർന്നടിച്ചിരിക്കുകയാണ്. പന്തളം നഗരസഭ ഇടതു മുന്നണി തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 14 സീറ്റുകളോടെ ഇടതു മുന്നണി പന്തളം നഗരസഭയുടെ ഭരണത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ BJP 3-ാം സ്ഥാനം മാത്രമാണ് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 2-ാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ് എത്തിയിട്ടുള്ളത്, UDF ആണ് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം കുളനട, കവിയൂർ പഞ്ചായത്തുകളിലും ചെറുകോൽ പഞ്ചായത്തിലും BJPയുടെ ഭരണം നഷ്ടമായിരിക്കുന്നു. ഈ 3 പഞ്ചായത്തുകളും BJPയുടെ ഭരണം LDF പിടിച്ചെടുത്തിരിക്കുകയാണ്. BJP ലീഡ് ചെയ്യുന്ന പഞ്ചായത്തുകൾ നിലവിൽ 4 എണ്ണമാണ് പത്തനംതിട്ടയിലുള്ളത്. അവിടെയും നേരിയ വ്യത്യാസം മാത്രമാണ് മറ്റു പാർട്ടികളുമായി ഉള്ളത്. അവിടേക്ക് ഭരണത്തിലേക്ക് എത്താൻ ഇനിയും BJPക്ക് ഏറെ ദൂരം പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ പോലും സംസ്ഥാനത്തെ ഒരു പൊതു നില പരിഗണിച്ച് നോക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ BJP ശക്തമായ സാന്നിധ്യം മുൻകാലങ്ങളിൽ അറിയിച്ചിട്ടുള്ള ജില്ല കൂടിയാണ്. ആ ജില്ലയിൽ BJPയുടെ ഉരുക്ക് കോട്ടകൾ പലതും തകർന്ന് വീഴുകയാണ്. ഭക്തജന ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസ സംഗമം ഉൾപ്പെടെ സംഘടിപ്പിച്ച പന്തളം നഗരസഭയിൽ തന്നെയാണ് BJPക്ക് സംസ്ഥാനത്തെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു എന്ന് പറയുന്നതും BJP നേതൃത്വം സംബന്ധിച്ച് ജില്ലയിലെ BJP നേതൃത്വത്തിന്റെ പരാജയമായി തന്നെ കണക്കാക്കേണ്ടി വരും. ദിശ ആ രീതിയിൽ സംസ്ഥാനത്തുടനീളം UDF തരംഗമാണ്. അത് സകല മേഖലകളിലും, കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും നഗരസഭകളായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തിലായാലും സർവാധിപത്യമാണ് കാണുന്നത്. ഇത് സസൂക്ഷ്മം വിലയിരുത്തേണ്ടി വരും. ഒരു ഭരണമാറ്റത്തിന്റെ സൂചനയാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇനി ഒരു 5 മാസം കഴിഞ്ഞാൽ, ഒരു 4-5 മാസം കഴിഞ്ഞാൽ ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയിരിക്കുകയാണ്. LDF-ന് നന്നായി വിയർക്കേണ്ടി വരും. എവിടെയാണ് പിഴവ് സംഭവിച്ചിട്ടുള്ളത്? രാഷ്ട്രീയപരമായി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, നിലപാടുകൾ, അതിൽ വന്നിട്ടുള്ള വീഴ്ചയാണോ ഈ രീതിയിലുള്ള തിരിച്ചടികൾക്ക് കാരണമായിട്ടുള്ളത് എന്നതൊക്കെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടി വരും. എന്തായാലും UDF-ന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ ഉണ്ടായിട്ടുള്ള UDF-ന്റെ ഏറ്റവും വലിയ തിരിച്ചുവരവ്, മേൽക്കൈ തന്നെ നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുകയാണ്. നമുക്ക്